iPlus Training Solutions. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 7ലെ MCQs ആണ്. യൂണിറ്റ് 7ലെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുത്തത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടർ അനാലിസിസ് അല്ലെങ്കിൽ മൊബൈൽ ഫോറൻസിക്സിനെ പറ്റിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ക്രിമിനൽ പ്രൊഫൈലിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? വോയിസ് അനാലിസിസ് അല്ലെങ്കിൽ ഹ്യൂമൻ വോക്കൽ അപ്പാരറ്റസിനെ പറ്റിയാണ് പഠിച്ചത്. ക്രിമിനൽ പ്രൊഫൈലിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് പഠിച്ചത്? പോളിഗ്രാഫ് അനാലിസിസ്, നാർക്കോ അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ്, ഈ 3 കാര്യങ്ങളാണ് പഠിച്ചത്. സോ ഈ ഒരു പോർഷനിൽ നോക്കാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് MCQs നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ യൂസ് ഓഫ് റൈറ്റ് ബ്ലോക്കർ ഇൻ ഡിജിറ്റൽ ഫോറൻസിക്? ഡിജിറ്റൽ ഫോറൻസിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? നമ്മുടെ ഫസ്റ്റ് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോറൻസിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫോറൻസിക്കും അതുപോലെ തന്നെ മൊബൈൽ ഫോറൻസിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ഫോറൻസിക്സിൽ റൈറ്റ് ബ്ലോക്കറിന്റെ യൂസ് എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ, to disable the wireless communication to the device. Option B, to ensure the safety of mobile evidence. Option C, to prevent any change of a driver information. And option D, to block all white hat hackers from accessing mobile devices. അപ്പോൾ ഇതിൽ ഏത് ഒരു കാരണം അല്ലെങ്കിൽ ഏതാണ് റൈറ്റ് ബ്ലോക്കറിന്റെ കറക്റ്റ് യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? Yes, option C, to prevent any changes of driver information. Driver informationലുള്ള എല്ലാ വരുന്ന ചേഞ്ചസിനെയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഈ റൈറ്റ് ബ്ലോക്കറിന്റെ യൂസസ് നമ്മൾ റൈറ്റ് ബ്ലോക്കറിന്റെ ഒരു പോർഷൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം റൈറ്റ് ബ്ലോക്കർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതുപോലത്തെ ഓരോ എവിഡൻസ്, അതുപോലെ തന്നെ നമ്മൾ കുറെ ടൂൾസിനെ പറ്റി പഠിച്ചായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ ഈ ടൂൾസ് എന്നിട്ടും ഈ ടൂൾസിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള എവിഡൻസ് എന്താണ് ടൂളിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു യൂസ് നമ്മളോട് ചോദിക്കും. ആ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് എവിഡൻസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എവിഡൻസസ് ഒക്കെയാണ് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഓരോ ടൂളും അതിന്റെ യൂസസും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ ഈ റൈറ്റ് ബ്ലോക്കിങ്ങിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. എന്താണ് റൈറ്റ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ കണക്റ്റഡ് ഡിവൈസ് ഇസ് പ്രിവെന്റഡ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ ദർ ഇൻഫോർമേഷൻ. അപ്പൊ അതെന്താണ്? അത് എന്താ ഒരു ഡിവൈസ് ആണ്. അത് എന്ത് ചെയ്യും? നമ്മുടെ എന്തെങ്കിലും ഇൻഫോർമേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മെയിൻ ആയിട്ട് എന്താണ്? ഡ്രൈവേഴ്സ് കണ്ടന്റ് ഒരിക്കലും ചേഞ്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറൻസിക്കലി ഒരു എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോറൻസിക് ഇമേജ് അല്ലെങ്കിൽ ഫോറൻസിക് കോപ്പി ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഓരോ എവിഡൻസസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഓൾട്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രോൺ ടു കണ്ടാമിനേഷൻ ആണ്. എല്ലാ എവിഡൻസും നമുക്ക് പ്രോൺ ടു കണ്ടാമിനേഷൻ ആണ്. ഡിജിറ്റൽ എവിഡൻസ് കുറച്ചും കൂടി ഈസി ആണ് ആൻഡ് വെരി ഫാസ്റ്റ് ആണ്. മാത്രമല്ല ഞാനിപ്പോൾ ഒരു ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ക്ലെയിം ഇറേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആ ക്ലെയിം സ്പോട്ടിൽ ഇരിക്കണമെന്നൊന്നുമില്ല. എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും എനിക്ക് ആ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യാനും ചേഞ്ചസ് വരുത്താനൊക്കെ സാധിക്കും. ബട്ട് അല്ലാത്തൊരു ക്ലെയിം ആണ് അല്ലെങ്കിൽ കൺവെൻഷണൽ ക്ലെയിം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മർഡർ റേപ്പ് ഒക്കെയാണ് അവിടുത്തെ എവിഡൻസ് കളയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ക്ലെയിം സ്പോട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? എവിഡൻസ് മൊത്തം കളയേണ്ടതായിട്ട് വരും. പക്ഷേ ഡിജിറ്റൽ എവിഡൻസിന് അങ്ങനെ ഒരു കേസ് ഇല്ല. എവിടെ നിന്നിട്ട് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എവിഡൻസ് മൊത്തത്തിൽ നശിപ്പിക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോൺ ടു കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രോൺ ടു ഓൾട്ടറേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ എവിഡൻസസ് ആണ്. സോ ഇതുപോലത്തെ എവിഡൻസസ് ഒക്കെ അങ്ങനെ പെട്ടെന്ന് ഓൾട്ടർ ആവാണ്ടിരിക്കുക എന്നുള്ളത് വളരെ എന്താണ്? പ്രൈം ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓൾട്ടറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ഇതുപോലത്തെ ടൂൾസും ഡിവൈസും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ റൈറ്റ് ബ്ലോക്കർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിന്റെ യൂസസ് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് നോട്ട് എ ഡിജിറ്റൽ എക്സ്ട്രാക്ഷൻ ടൂൾ ഓർ സോഫ്റ്റ്വെയർ? നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏതൊരു ഡിജിറ്റൽ എവിഡൻസ് കിട്ടിയാലും അതിൽ നിന്ന് ആ ഒരു ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ടൂൾസും സോഫ്റ്റ്വെയർസ് ഒക്കെ പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ആ ഒരു എക്സ്ട്രാക്ഷൻ ടൂൾ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ, എൻകേസ്. Option B, Celebrate, and option C, Faraday box, and option D, Access data. ഇതില് നമ്മൾ ഫാരഡേ ബോക്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തിനാ? യെസ്, നമ്മൾ ഒരു ഡിജിറ്റൽ എവിഡൻസസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോക്സ് ആണ് ഫാരഡേ ബോക്സ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. സോ അത് എന്തായിട്ടും എന്തിൽ വരില്ല? ടൂൾസിൽ വരാനുള്ള ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ടൂൾസിൽ വരാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫാരഡേ ബോക്സ് ആണ്. സോ ഈ ഫാരഡേ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്?
ഫാരഡേ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐസൊലേറ്റിംഗ് ഡിവൈസ് ആണ്. അതൊരു ഡാറ്റ എക്സ്ട്രാക്ഷൻ ടൂൾ അല്ല, അതൊരു ഐസൊലേറ്റിംഗ് ഡിവൈസ് ആണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റേഡിയോ വേവ്സും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ പ്രിവെന്റ് ചെയ്ത് ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി, ഐസൊലേഷൻ ഓഫ് ദാറ്റ് എവിഡൻസ്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫാരഡേ ബോക്സ് എന്ന് പറയുന്നത്. സോ ഫാരഡേ ബോക്സിന്റെ ബേസ് ചെയ്തിട്ടും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല സെല്ലോഫെയിൻ ട്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും വുഡൻ ബോക്സോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സോ അങ്ങനെയൊക്കെ തരാം. പക്ഷെ എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഫാരഡേ ബോക്സ് അല്ലെങ്കിൽ ഫാരഡേ മെഷ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഈ ഫാരഡേ ബോക്സിന്റെ യൂസ് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മൊബൈൽ എക്സ്ട്രാക്ഷൻ ഡിവൈസസ് അല്ലെങ്കിൽ ഫോറൻസിക് മൊബൈൽ എക്സ്ട്രാക്ഷൻ ഡിവൈസസും ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻസിലുള്ള എക്സാമ്പിൾസ് അല്ലാണ്ട് മൈക്രോ സിസ്റ്റമേഷൻ, ടെസ്റ്റിംഗ്, പാരാബീൻ, ഇതൊക്കെയാണ് വേറെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. സോ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, നമ്മൾ ഓർത്തിരിക്കുക. സോ മെയിൻ ആയിട്ട് എക്സാമ്പിൾ ആ ഒരു ഭാഗത്ത് നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സോ ഇതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. A voice recording that was originally recorded in the phone memory copied in a memory card. The admissibility of this memory card as evidence is under. അപ്പൊ ഈ ഒരു പോർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഒരു അഡ്മിസിബിലിറ്റി ഓഫ് ദാറ്റ് എവിഡൻസ്, ഒരു എവിഡൻസിന്റെ കോർട്ടിലെ അഡ്മിസിബിലിറ്റിനെ പറ്റി പറയുന്നതാണ്. സോ അതിൽ വരുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മെമ്മറി കാർഡിൽ ഫോൺ മെമ്മറിയിൽ ഒറിജിനൽ റെക്കോർഡ് ചെയ്ത ഒരു ഫോൺ മെമ്മറിയിലുള്ള എവിഡൻസ് മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ എവിഡൻസിന്റെ അഡ്മിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ആ ഒരു സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻസ് നോക്കിയാലോ. ഓപ്ഷൻ എ സെക്ഷൻ 64 ഓഫ് IT ആക്ട്, ഓപ്ഷൻ ബി സെക്ഷൻ 65 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഓപ്ഷൻ സി സെക്ഷൻ 65B ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഓപ്ഷൻ ഡി സെക്ഷൻ 65A ഓഫ് IT ആക്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി 65B ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് ആ ഒരു അഡ്മിസിബിലിറ്റി ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം അല്ലെ എന്താണ് ഈ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 65Aയും Bയും വരുന്നതെന്ന്. അപ്പൊ സെക്ഷൻ 65A ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ എവിഡൻസസ് ആണ്. ഇലക്ട്രോണിക് റെക്കോർഡ്സ് അല്ലെങ്കിൽ എവിഡൻസസിന്റെ ഒക്കെ എന്താണ് പ്രൊവിഷൻസ് ബേസ് ചെയ്യുന്ന അതിന്റെ കുറെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് സെക്ഷൻ 65A എന്ന് പറയുന്നത്. ആൻഡ് സെക്ഷൻ 65B എന്ന് പറയുന്നത് അഡ്മിസിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു 65B നെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും അല്ലെ, അഡ്മിസിബിലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെമ്മറി കാർഡിലുള്ള എവിഡൻസ്. സോ അതായിരിക്കും ഈ ഒരു സെക്ഷനിൽ വരാം. പിന്നെ IT ആക്ട് നമ്മൾ പഠിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. കാരണം IT ആക്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡ് ടോപ്പിക് ആണ്, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറെ ടൈപ്സ് ഓഫ് ക്രൈംസിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് അതിൽ പഠിക്കാനുള്ളത്. സോ അത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പ്ലസ് ഇതാണ് മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടുകൾ എന്ന് പറയുന്നത്. കാരണം IT ആക്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടോപ്പിക് സ്പെഷ്യൽ ആയിട്ട് തന്നിട്ടില്ല. സോ അത് ക്വസ്റ്റ്യൻ ആനുള്ള ചാൻസ് കുറവാണ്. ബട്ട് ഇതെന്തായാലും കറക്റ്റ് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് ടൂൾ വാലിഡേഷൻ ഇൻ ഡിജിറ്റൽ മൊബൈൽ ഫോറൻസിക് മീൻസ്. ഡിജിറ്റൽ ഫോറൻസിക്കില് ക്രോസ് ടൂൾ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Option A, use more than one forensic tool in extraction. Use an open source tool for validation. Use of one protect tool to confirm the finding of other tools. Validation of two or more files that originated from the same source. എന്തിനായിരിക്കും ഈ ക്രോസ് ടൂൾ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ ഫോറൻസിക് ടൂൾസ് യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അതൊരു ഓപ്പൺ സോഴ്സ് ടൂൾ ആണോ, അല്ലെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ടൂൾ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ടൂൾസിലെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒന്നും അതിൽ കൂടുതൽ ഫയൽസ് ഒക്കെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് നമ്മൾ ഈ ഒരു ക്രോസ് ടൂൾ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ വരിക? യെസ്, ഒരു പർട്ടിക്കുലർ ടൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ യൂസ് വൺ പ്രൊഡക്റ്റ് ടൂൾ ടു കൺഫേം ദ ഫൈൻഡിങ് ഓഫ് അതർ ടൂൾസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് ടൂൾ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ടൂൾ വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ടൂൾസിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ക്രോസ് ടൂൾ വാലിഡേഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ അതിന് എക്സാമ്പിൾ ആണ് ഫോറൻസിക് ടൂൾ അല്ലെങ്കിൽ FTK എന്ന് പറയുന്നത്, BitCrim എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ്. മെയിൻലി എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മളോട് ചോദിക്കാം. അല്ലാണ്ട് ക്രോസ് ടൂൾ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്തിരിക്കുക. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ഇൻ നാർക്കോ അനാലിസിസ്? നാർക്കോ അനാലിസിസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. നാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? അതൊരു സ്പെസിഫിക് ഡ്രഗ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആസ്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന വേരിയേഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് നാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഒരാൾ തെറ്റുകാരനാണോ അല്ലയോ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഈ ഒരു ക്രൈമായിട്ട് റിലേഷൻ ഉണ്ടോ, അയാൾ വഴി നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുമോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു നാർക്കോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്.
ബട്ട് ഇതിന് നമ്മൾ പറഞ്ഞായിരുന്നു കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് കുറെ റൈറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു നാർക്കോ അനാലിസിസിൽ നമ്മൾ കുറെ ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനകത്തൊരു എന്താ പറയുക ഡോക്ടറിന്റെ പ്രസൻസ് വളരെ മാൻഡറ്ററി ആണ്. മാത്രമല്ല പല ഡിസീസും കാര്യങ്ങളും അലർജിക് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ ഇത് എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ നമുക്ക് ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല. കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പഠിച്ചതാണ് അല്ലേ. സോ ഈ നാർക്കോ അനാലിസിസിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കുറെ ഡ്രഗ്സ് നമ്മൾ പറഞ്ഞു. ട്രൂത്ത് സെറംസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. സോ അതിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സോഡിയം അമിറ്റാൽ, ഓപ്ഷൻ ബി സോഡിയം പെന്റത്താൽ, ഓപ്ഷൻ സി സ്കോപോലമിൻ ഹൈഡ്രോബ്രോമൈഡ്, ഓപ്ഷൻ ഡി അട്രോപിൻ സൾഫേറ്റ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ ഫസ്റ്റത്തെ മൂന്നെണ്ണം. സോഡിയം അമിറ്റാലും സോഡിയം പെന്റത്താലും സ്കോപോലമിനും. സോ ഓപ്ഷൻ ബി, എയും ബിയും സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Which of the following is a tool that reads electrical activity in the brain with electrodes that are placed on the subject's skull in brain mapping? നമ്മൾ ഈ ഒരു ക്രിമിനൽ പ്രൊഫൈലിംഗിന്റെ പോർഷനിൽ പഠിച്ചായിരുന്നു. ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നാർക്കോ അനാലിസിസ് പഠിച്ചു, പോളിഗ്രാഫ് പഠിച്ചു, ബ്രെയിൻ മാപ്പിംഗ് പഠിച്ചു അല്ലേ. സോ അതിൽ ബ്രെയിൻ മാപ്പിംഗിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ടൂളാണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ബ്രെയിൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പോളിഗ്രാഫിന് വേണ്ടി മാത്രമല്ലാണ്ട് മെഡിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് അല്ലേ. സോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കമ്പ്യൂട്ടർ ആക്സിയൽ ടോമോഗ്രഫി, ഓപ്ഷൻ ബി ഇലക്ട്രോഎൻസെഫലോഗ്രഫി, ഓപ്ഷൻ സി പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ആൻഡ് ഓപ്ഷൻ ഡി ഫങ്ഷണൽ MRI. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇലക്ട്രോഎൻസെഫലോഗ്രഫി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബാക്കി കാര്യങ്ങളൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ആക്സിയൽ ടോമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഒരു 3D ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയർ ആണ്. മെയിൻ ആയിട്ട് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഓരോ ടിഷ്യൂസിലും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആൻഡ് ഫങ്ഷണൽ MRI അല്ലെങ്കിൽ ഫങ്ഷണൽ MRI ആണ്. അത് നമ്മൾ മെയിൻ ആയിട്ട് ബ്രെയിനിന്റെ ആക്ടിവിറ്റി ഒക്കെ അനലൈസ് ചെയ്യാനാണ്. മെയിൻലി അത് കണക്ട് ചെയ്ത് ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രെയിനിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു MRI യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ മെയിൻ ആയിട്ട് ബ്രെയിൻ മാപ്പിംഗിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? EEG ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Which of the following is associated with brain mapping? ബ്രെയിൻ മാപ്പിംഗ് ആയി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതിലുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ BAL ആണ്, ഓപ്ഷൻ ബി EDTA ആണ്, ഓപ്ഷൻ സി MDOPA ആൻഡ് ഓപ്ഷൻ ഡി MER. MER എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് അല്ലേ. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ വരിക? MER ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. P waves are associated with which of the following? നമ്മൾ P300 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. ഏതിലാണ് അത് പഠിച്ചത്? ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ ബ്രെയിൻ ഫിംഗർ പ്രിന്റിംഗ്, ഓപ്ഷൻ ബി നാർക്കോ അനാലിസിസ്, ഓപ്ഷൻ സി പ്ലത്തസ്മോഗ്രാഫ് ആൻഡ് ഓപ്ഷൻ ഡി പോളിഗ്രാഫ്. ഏതിലാണ്? യെസ്, അതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ബ്രെയിൻ ഫിംഗർ പ്രിന്റിംഗ് ആണ്. ഈ ഒരു പോർഷൻ ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുള്ളൂ. സോ നമ്മൾ ഈ പോർഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അടുത്തൊരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തത് നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. കുറച്ച് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രെയിൻ മാപ്പിംഗ്, ട്രൂത്ത് സെറം, ലൈ ഡിറ്റക്ടർ, ഹിപ്നോസിസ് ആൻഡ് അതിന്റെ അസോസിയേറ്റഡ് ടെസ്റ്റുകളാണ് സൈക്കോഫിസിയോളജിക്കൽ ഡിറ്റക്ഷൻ ഓഫ് ഡിസെപ്ഷൻ, റിക്കവറി ഓഫ് ഫോർഗട്ടൺ മെമ്മറീസ്, ട്രീക്യുനോസ്ക്ലിഡിൻ ബെൻസലൈറ്റ്, പാരസിറ്റമോൾ, ഇൻവെന്റഡ് ബൈ ലോറൻസ് ഫെയർവെൽ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ നോക്കിയേ. ബ്രെയിൻ മാപ്പിംഗ് ഏതായിരിക്കും വരിക? അതുപോലെ തന്നെ ട്രൂത്ത് സെറം ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തായാലും ഒരു ഡ്രഗിന്റെ പേരായിരിക്കും. സോ അത് ഈസിയാണ്. ലൈ ഡിറ്റക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹിപ്നോസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. യെസ്, ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്തിന് ഫോക്കസ് ചെയ്യുന്നതാണ്? നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ട്രൂത്ത് സെറം എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പ് ട്രൂത്ത് സെറം ആണ് ഇതിൽ വരാൻ നോക്കാം. ഓക്കെ, 2 ഡ്രഗ്സ് അവിടെ തന്നിട്ടുള്ളൂ, 3ഉം 4ഉം. അതിൽ ഏതായിരിക്കും വരാന്ന് ആലോചിച്ച് നോക്കാം. ലൈ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ലൈ ഡിറ്റക്ടർ അല്ലെങ്കിൽ പോളിഗ്രാഫ് അല്ലെ. മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന കുറെ ചേഞ്ചസും കാര്യങ്ങളും നോക്കിയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. സോ ഇതിൽ ഏതാണ് അതിൽ വന്നേന്നാണ് നോക്കിയേ. സൈക്കോഫിസിയോളജിക്കൽ ഡിറ്റക്ഷൻ ഓഫ് ഡിസെപ്ഷൻ അല്ലേ അത് വരിക. ഇനി ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ മറന്നുപോയ മെമ്മറീസ് ഒക്കെ നമ്മൾ എന്താ ഫോർഗോട്ടൺ മെമ്മറീസ് ഒക്കെ എടുക്കുന്നതാണ് നമ്മൾ ഹിപ്നോസിസ് എന്ന് പറയാം. നമ്മളത് പഠിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ അതാണ് ആൻസർ ആയിട്ട് വരിക. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, ഇതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
Which neural components are essential for orchestrating the entire speech production process? മെയിൻ ആയിട്ട് നമ്മൾ entirely ഒരു സ്പീച്ച് പ്രോസസ്സിനെ യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മൾ അധികം ഈ ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തത്. നോക്കാം ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ന്യൂറൽ കോമ്പോണൻസ് ഏതൊക്കെയാണ്? Option A, autonomic and central nervous system. Option B, peripheral nervous system and brainstem. Option C, motor cortex and cerebellum. Option D, limbic system and hypothalamus. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓട്ടോണോമിക് ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഒരു നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് പഠിക്കുന്നത്. സോ ന്യൂറൽ കോമ്പോണൻസ് വരുന്നത് ഓട്ടോണോമിക് ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. കാരണം മെസ്സേജസും കാര്യങ്ങളും നമ്മൾ സ്പീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്ന ഈ രണ്ട് സിസ്റ്റംസ് ആണ്. സോ ഇതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദിസ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആർ ഹെൽപ്ഫുൾ ഇൻ സച്ച് മെഡിക്കോ ലീഗൽ സിറ്റുവേഷൻസ്? മെഡിക്കൽ ലീഗൽ സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കുക, സൈക്കോളജിക്കൽ ടെസ്റ്റ്. സോ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് പോളിഗ്രാഫ് ആണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് ഗ്രാഫോളജി ആണ്. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് വോയിസ് അനാലിസിസ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി നാർക്കോ അനാലിസിസ് ആണ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഏതായിരിക്കും? എയും സിയും, എയും ഡിയും ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ നാർക്കോ അനാലിസിസും പോളിഗ്രാഫും ഒക്കെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ പോളിഗ്രാഫ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ്. പോളിഗ്രാഫ് ടെസ്റ്റ് എന്ത് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A, psychosomatic changes in the body. Pharmacological effects on body. Next option, orthopedic changes of body. And radiological effects on body. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സൈക്കോസൊമാറ്റിക് ചേഞ്ചസ് ഓഫ് ദ ബോഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പോണന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ചേഞ്ചസ് ഓൺ ദ സബ്ജക്ട് റെസ്പിറേഷൻ? നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ റെസ്പിറേഷനും അതുപോലെ തന്നെ സ്കിന്നിലെ റെസ്പോൺസും അതുപോലെ തന്നെ നമ്മൾ പ്രഷറും പൾസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞു പോളിഗ്രാഫ് അനാലിസിസിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് ഓരോന്നിനും നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെസ്പിറേഷന്റെ ചേഞ്ചസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗാൽവനോഗ്രാഫ് ആണ്. ഓപ്ഷൻ ബി ന്യൂമോഗ്രാഫ് ആണ്, ന്യൂമോഗ്രാഫ് ട്യൂബ്. ആൻഡ് ഓപ്ഷൻ സി കാർഡിയോസ്ഫിമോഗ്രാഫ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദസ്. സോ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, നമുക്കറിയാലേ റെസ്പിറേഷൻ ലങ്സ് ആയിട്ട് ബേസ് ചെയ്തിട്ട് പേര് വരുമ്പോൾ ഒക്കെ ന്യൂമോ എന്ന് പറഞ്ഞ ഒരു പേരായിരിക്കും നമ്മൾ പഠിക്കുക. സോ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാവുന്നതാണ്. ന്യൂമോഗ്രാഫ് ട്യൂബ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരാന്ന്, ഈവൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും. നെക്സ്റ്റ് നോക്കാം. ഒരു അസോഷൻ റീസൺ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി കൺഫ്യൂസിങ് അല്ലെ. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അസോഷൻ പറയുന്നത് the respiratory mechanism sole function in speech production is to generate the power needed for speaking. പവറിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്പീച്ച് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള പവർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി മെക്കാനിസം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ലങ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് റീസൺ നോക്കാം. The larynx activated by muscle activity and subglottic air pressure is responsible for creating most of the sound necessary for speech. ഈ രണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് എന്നാണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് റോങ്. ഓപ്ഷൻ സി എ ഈസ് റോങ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ആർ ആർ റോങ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ എയും അതുപോലെ തന്നെ റീസണും കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവാനുള്ള കാരണം ഈ ലാരിനെക്സും ഇതിന്റെയും സബ്ഗ്ലോട്ടിക് എയർ പ്രഷറും ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട സൗണ്ട് വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? How does subglottic pressure influence the laryngeal system during speech production? എങ്ങനെയാണ് ഈ സബ്ഗ്ലോട്ടിക് പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, it modulates the pitch of the sound. It drives the oscillation of vocal folds. Option C, it enhances the resonance of the vocal tract. Option D, it stabilizes the vocal cords during phonation. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓസിലേഷൻ ഓഫ് വോക്കൽ കോർഡ്സ് ആണ്, അല്ലെങ്കിൽ വോക്കൽ ഫോൾസിന്റെ ഓസിലേഷൻ ആണ് മെയിൻ ആയിട്ട് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോൾ ഓഫ് വോക്കൽ ട്രാക്ട് പ്ലേ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. എന്താണ് വോക്കൽ ട്രാക്ടിന്റെ റോൾ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ് ജനറേറ്റ്സ് സൗണ്ട് സോഴ്സ്. ഓപ്ഷൻ ബി, ഇറ്റ് പ്രൊവൈഡ്സ് എയർ ഫ്ലോ ഫോർ ഫോണേഷൻ. ഓപ്ഷൻ സി, ഇറ്റ് ഷേപ്സ് ദ അക്കൂസ്റ്റിക് സിഗ്നൽ ഇൻ ടു സ്പീച്ച് സൗണ്ട്സ്.
ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഏതായിരിക്കും? യെസ്, ഇറ്റ് ഷേപ്സ് ദ അക്കോസ്റ്റിക് സിഗ്നൽ ഇൻ ടു സ്പീച്ച് സൗണ്ട്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. വോക്കൽ ട്രാക്ട് എന്ന് പറഞ്ഞ മെയിൻ ആയിട്ട് ഇതൊരു അക്കോസ്റ്റിക് സിഗ്നൽ എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്തിട്ട് സ്പീച്ച് ആയിട്ട് മാറ്റുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇതിന്റെ കോർഡിനേറ്റിംഗ് മൂവ്മെന്റ് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ത്രോട്ടും നോസും മൗത്തും ടങ്കും ലിപ്സും ഒക്കെയാണ്. നമ്മൾ ഓരോ എന്താ പറയാ ഓരോ സിമ്പിൾസ് അല്ലെങ്കിൽ ഓരോ വേർഡ്സ് ഒക്കെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്നും അവിടെ വരുന്ന ഡിഫറൻസസ് എന്താണെന്നും ടങ്കും അതുപോലെ തന്നെ ലിപ്സും നോസും ത്രോട്ടൊക്കെ ഇതിനെ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ? അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പർട്ടിക്കുലർ വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ടങ്കും അതുപോലെ തന്നെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു പോർഷൻ നല്ലപോലെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ ലൈ ഡിറ്റക്ഷൻ ഗ്രാഫ്സ് ഇൻഡിക്കേറ്റ് ചേഞ്ച് ഇൻ. ലൈ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ടെസ്റ്റ് ആണ്? പോളിഗ്രാഫ് ടെസ്റ്റ് തന്നെയാണ് അല്ലെ? സോ ഈ പോളിഗ്രാഫ് ടെസ്റ്റിൽ ആ ഒരു നമ്മൾ ഗ്രാഫ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഗ്രാഫിക്കലി അത് എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. സോ ആ ഒരു കാര്യങ്ങളിൽ ലൈ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ അല്ലെങ്കിൽ ഗ്രാഫ്സിലെ ചേഞ്ചസ് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ബ്ലഡ് പ്രഷർ ആണ്. ഓപ്ഷൻ ബി സ്കിൻ റെസിസ്റ്റൻസ് ആണ്. ഓപ്ഷൻ സി പൾസ് റേറ്റ് ആണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ആൻസർ. കാരണം ഈ 3 കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫിസിയോ അല്ലെങ്കിൽ സൈക്കോ ഫിസിയോ പ്രോസസ്സിനൊക്കെ പറയുന്നത്. കാരണം സൈക്കോളജിക്കലിയും അതുപോലെ തന്നെ ബോഡിപരമായിട്ടുള്ള ചേഞ്ചസ് രണ്ടിലും മെഷർ ചെയ്യുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ the nervous system is responsible for the generation, organization, instruction of speech mechanism to produce speech. Second, the autonomic nervous system directly control the speech production process. അല്ലെ? രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. എന്തായിരിക്കും ഇതിന്റെ ഓപ്ഷൻസ് വരിക? യെസ്, ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഫോൾസ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കാരണം സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോണോമിക് മാത്രമല്ല അല്ലെ? ഓട്ടോണോമിക് മാത്രമല്ല എന്താ സിഗ്നിഫിക്കന്റ് റോൾ എന്ന് പറയുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം മൊത്തത്തിൽ എന്താണ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും നമുക്ക് ഓട്ടോണോമിക് ആണ് അല്ലെങ്കിൽ ഓട്ടോണോമിക് സിസ്റ്റം ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബിഹേവിയറൽ ബയോമെട്രിക്സ് യൂസ്ഡ് ഇൻ ഫോറൻസിക് സയൻസ്? സോ നമ്മൾ ബിഹേവിയറൽ ബയോമെട്രിക്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് ബയോമെട്രിക്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ബയോമെട്രിക്സിനെ പറ്റി പഠിച്ചു. ഈ 2 ടൈപ്സിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു ഈ ഒരു എക്സാമ്പിൾ പോർഷനിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്ന്. സോ അങ്ങനെ തന്നെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബിഹേവിയറൽ ബയോമെട്രിക്സിലുള്ള ഒരു എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. DNA, ഫിംഗർ പ്രിന്റ്, കീസ്ട്രോക്ക് ഡൈനാമിക്സ് ആൻഡ് ഐറിസ് റെക്കഗ്നീഷൻ. ഇതിൽ ഈ ഒരു 3 ഓപ്ഷൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് ഈ 4 ഓപ്ഷൻസ് നോക്കിയാൽ ഓഡ് വൺ ഔട്ട് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കീസ്ട്രോക്ക് ഡൈനാമിക്സ് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഇതൊരു ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാവുന്നത്. നമുക്ക് അല്ലാണ്ട് എന്താ പറയാ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ കുറച്ച് പാടുള്ള ടൈപ്പ് ഓപ്ഷൻസ് നമ്മൾ പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക എക്സാമ്പിൾസ് നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കീസ്ട്രോക്ക് ഡൈനാമിക്സ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ കീസ്ട്രോക്ക് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡും വേരിയേഷൻസും സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് കീസ്ട്രോക്ക് ഡൈനാമിക്സിൽ വരുന്നത്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബിഹേവിയറൽ ബയോമെട്രിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് സിസ്റ്റം ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് ദ സൗണ്ട് നെസസറി ഫോർ സ്പീച്ച്? ഈ ഒരു കറക്റ്റ് ആയിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, ലാരിംഗൽ സിസ്റ്റം, വോക്കൽ ട്രാക്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും സൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ ജനറേറ്റിംഗ് ദ സൗണ്ടിന് പ്രൈമറി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ലാരിംഗൽ സിസ്റ്റം ആണ് കറക്റ്റ് ആയിട്ട് വരിക. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പോർഷൻ. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ് സ്റ്റിൽ, ബട്ട് ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. മെയിൻ ആയിട്ട് ഇതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുള്ളൂ. കാരണം വോയിസ് അനാലിസിസും അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊഫൈലിംഗും ഒക്കെ വളരെ എന്താ പറയാ ഈസി മാത്രമല്ല ഡയറക്റ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പിന്നെയും ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ വായിച്ച് പഠിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൈബർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫോറൻസിക് മാത്രമേ ഉള്ളൂ. ആ ഒരു 2 ടോപ്പിക് ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്കും ഈസിയാണ്, ഭയങ്കര ഈസിയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. സോ ഈ ചാപ്റ്റർ നമ്മൾ സ്കിപ്പ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.